Welcome to another video. Plus 2 Political Science. Politics in India since Independence. എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ 6 ദ ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ, ജനാധിപത്യ ക്രമത്തിൻ്റെ പ്രതിസന്ധി. ആ ചാപ്റ്ററിൻ്റെ പാർട്ട് 5 വീഡിയോ ആണിത്. എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് എമർജൻസി? എന്താണ് എമർജൻസി എന്നുള്ള കാര്യം നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ദെൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസി, എമർജൻസിയുടെ പശ്ചാത്തലം, എമർജൻസി ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നതിനിടയാക്കിയ പശ്ചാത്തലത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ദെൻ കോസസ് ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി, എമർജൻസി ഇന്ത്യയിൽ നടപ്പിലാക്കാനിടയായിട്ടുള്ള കാരണങ്ങൾ. there were many reasons behind the imposition of emergency. ഒരുപാട് റീസണുകളുണ്ടായിരുന്നു. എക്കണോമിക് കോസസ്, സാമ്പത്തിക കാരണങ്ങൾ. ആൻഡ് ദെൻ റെയിൽവേ സ്ട്രൈക്ക് ഓഫ് 1974, 1974 റെയിൽവേ പണിമുടക്ക്. ദെൻ കറപ്ഷൻ, അഴിമതി. പൊളിറ്റിക്കൽ ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്, രാഷ്ട്രീയ ജനകീയ പ്രക്ഷോഭങ്ങൾ. മൂവ്മെൻറ്റ്സ് ഇൻ ഗുജറാത്ത് ആൻഡ് ബീഹാർ, ബീഹാറിലും ഗുജറാത്തിലും ഉണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങൾ. ടോട്ടൽ റെവല്യൂഷൻ, സമ്പൂർണ്ണ വിപ്ലവം, അത് ജയപ്രകാശ് നാരായണൻ ആഹ്വാനം ചെയ്തതായിരുന്നു. ആൻഡ് ദെൻ കോൺഫ്ലിക്റ്റ് വിത്ത് ജുഡീഷ്യറി, ജുഡീഷ്യറിയും ഗവൺമെൻറ്റും തമ്മിൽ നിരന്തരം നടന്ന പോരാട്ടങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ. ഇവയെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നീട് ഇൻസിഡൻസ് ദാറ്റ് പേവ്ഡ് വേ ഫോർ ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി ഓർ ദ ഇമ്മീഡിയറ്റ് കോസസ് ബിഹൈൻഡ് ദ ഇമ്പോസിഷൻ ഓഫ് എമർജൻസി. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയാക്കിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവവികാസങ്ങൾ. അതിൽ 3 സംഭവവികാസങ്ങളാണുള്ളത്. there were 3 incidents that were the immediate causes for the imposition of emergency. Verdict of Allahabad High Court, അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. ഇലക്ഷൻ വേർഡിക്റ്റ് ഇൻ ഗുജറാത്ത്, ഗുജറാത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് വിധി. ആൻഡ് ഓപ്പോസിഷൻ മൂവ്മെൻറ്റ്സ്, പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ. ആൻഡ് ദെൻ കോൺസിക്വൻസസ് ഓഫ് എമർജൻസി, എമർജൻസിയുടെ വിവിധ പ്രത്യാഘാതങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ആൻഡ് ദെൻ ലാസ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്തത് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് എമർജൻസി, എമർജൻസി പ്രഖ്യാപിച്ചതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ. കോൺട്രവേഴ്സീസ് റിഗാർഡിംഗ് എമർജൻസീസ്, എമർജൻസിയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആൻഡ് ദെൻ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ദി ക്രിട്ടിക്സ് ഓഫ് എമർജൻസി, എമർജൻസിയെ എതിർക്കുന്നവരുടെ വാദഗതികൾ. ആൻഡ് ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് വാസ് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് എമർജൻസി, അല്ലെങ്കിൽ എമർജൻസി കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നത് എന്തെല്ലാമായിരുന്നു, നടന്ന സംഭവവികാസങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ലെസൺസ് ഓഫ് എമർജൻസി, എമർജൻസിയിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ നടപ്പാക്കിയതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ പാഠങ്ങൾ. ആൻഡ് ദെൻ പൊളിറ്റിക്സ് ആഫ്റ്റർ എമർജൻസി, എമർജൻസിക്ക് ശേഷം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളെ പറ്റി. അതിൽ തന്നെ ഇലക്ഷൻ ഓഫ് 1977, 1977 പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയും ഫോർമേഷൻ ഓഫ് ജനതാ പാർട്ടി, ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നു, ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ വിശദാംശങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. ആൻഡ് ദെൻ ജനതാ ഗവൺമെൻറ്, ജനതാ പാർട്ടി രൂപീകരിച്ച ഗവൺമെൻറ്, ജനതാ ഗവൺമെൻറ്. ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായ രീതിയിൽ ചർച്ച ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെസൺസ് ഓഫ് എമർജൻസി, ഇന്ത്യൻ അടിയന്തരാവസ്ഥ നടപ്പാക്കിയതിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള പാഠങ്ങളെ പറ്റിയാണ്. ഇന്ത്യൻ ഡെമോക്രസി ലേൺഡ് സെവറൽ ലെസൺസ് ഫ്രം എമർജൻസി, എമർജൻസിയിൽ നിന്നും അല്ലെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്തതിൽ നിന്നും ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് നിരവധി ലെസണുകൾ അല്ലെങ്കിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു. എമർജൻസി എക്സ്പോസ്ഡ് ബോത്ത് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഡെമോക്രസി. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ എമർജൻസി നടപ്പാക്കിയപ്പോൾ നമുക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലായി. And then democracy resumed its functions immediately on the suspension of emergency. അപ്പോൾ എമർജൻസി സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ നിർത്തലാക്കപ്പെട്ടപ്പോൾ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഡെമോക്രസി റെസ്യൂം ചെയ്യാൻ ഇല്ലെങ്കിൽ സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ബിഗ് സക്സസ്. അതൊരു വലിയ വിജയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം എമർജൻസിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെറ്റ് ബാക്ക് ഉണ്ടായത് ഡെമോക്രസിക്കായിരുന്നു. ആ ഡെമോക്രസി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ഇല്ലാതാക്കപ്പെട്ടതോടുകൂടി തന്നെ
റെസ്യൂം ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതൊരു വലിയ നേട്ടമായിരുന്നു. ഇറ്റ് ബിക്കെയിം ക്ലിയർ ദാറ്റ് ഡെമോക്രസി കാനോട്ട് ബി റൂട്ടഡ് ഔട്ട് ഫ്രം ദ ഇന്ത്യൻ സോയിൽ. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഡെമോക്രസി കാനോട്ട് ബി റൂട്ടഡ് ഔട്ട് ഫ്രം ദ ഇന്ത്യൻ സോയിൽ. ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിന്നും ജനാധിപത്യത്തെ നമുക്ക് വേരോടുകൂടി പിഴുതെടുത്തു കളയാനായിട്ട് ആർക്കും കഴിയുകയില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ബിക്കോസ് വി ഗീവ് മച്ച് ഇമ്പോർട്ടൻസ് ടു ഡെമോക്രസി. കാരണം നമ്മൾ ഇന്ത്യൻ ജനത വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ജനാധിപത്യത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. The vagueness of emergency provisions was rectified by constitutional amendments. ഭരണഘടനാ ഭേദഗതികൾ നിരവധി there took place many constitutional amendments in which the vagueness of emergency provisions were rectified. അപ്പോൾ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന പല അവ്യക്തതകളും ദൂരീകരിക്കുന്നതിന് ഇല്ലെങ്കിൽ മാറ്റുന്നതിന് ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനയിൽ വന്ന അമെൻമെൻറ്റ് എന്ന് പറയുന്നത് internal emergency can be declared only if the security of India is threatened either by external aggression or by armed rebellion. അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നതിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എമർജൻസി പ്രഖ്യാപിക്കാവുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ വി അമെൻഡഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബ്രോട്ട് ദ ടേംസ് എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ബൈ ആംഡ് റെബലിയൻ. എക്സ്റ്റേണൽ അഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ ആക്രമണങ്ങളോ ആംഡ് റെബലിയൻ അല്ലെങ്കിൽ സായുധ കലാപങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമേ എമർജൻസി ഡിക്ലെയർ ചെയ്യാവൂ എന്ന് ഒരു മാറ്റം ഭരണഘടനയിൽ വരുത്തി. അതായത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നുള്ള ടേം നമ്മൾ എടുത്ത് മാറ്റുന്നു. അതായിരുന്നു ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ് ടു ഡിക്ലെയർ എമർജൻസി മസ്റ്റ് ബി ഹാൻഡഡ് ഓവർ ടു ദി പ്രസിഡന്റ് ഇൻ റൈറ്റിംഗ്. അങ്ങനെ ഒരു പ്രൊവിഷനും കൂടെ ഉൾപ്പെടുത്തി. അതായത് ക്യാബിനറ്റ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കൂ എന്ന പ്രസിഡന്റിനുള്ള നിർദ്ദേശം കത്തിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെ നൽകണം എന്നുള്ള ഒരു വ്യവസ്ഥയും കൂടി മുമ്പോട്ട് വയ്ക്കുന്നു. അല്ലെങ്കിൽ ആ രീതിയിലൊരു മാറ്റം കൂടി ഉണ്ടാകുന്നു. കാരണം ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇന്ദിരാഗാന്ധി ദ ക്യാബിനറ്റ് വാസ് ഇൻഫോംഡ് ഓഫ് ദി പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഓൺലി ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ്. അതായത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഈ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയപ്പോൾ ക്യാബിനറ്റ് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കി എന്നുള്ള വിവരം അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ മാത്രമാണ്. അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ് ഈസ് നെസസറി ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് or it should be handed over to the president in black and white അല്ലെങ്കിൽ in writing എന്നുള്ള രീതിയിലേക്ക് വ്യവസ്ഥ മാറ്റി എഴുതാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രിക്കുള്ള ഇന്ത്യൻ പ്രസിഡന്റിനുള്ള നിർദ്ദേശം ക്യാബിനറ്റിൻ്റെ ഭാഗത്തു നിന്നും എഴുതി തയ്യാറാക്കി പ്രസിഡന്റിന് കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ മുമ്പോട്ട് വയ്ക്കുന്നു. എമർജൻസി മേഡ് ദ പീപ്പിൾ അവെയർ ഓഫ് ദെയർ റൈറ്റ്സ്. അപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് നമ്മുടെ അവകാശങ്ങളെ പറ്റി ബോധവാന്മാരാകാൻ കഴിഞ്ഞു. Court also played an active role in protecting the civil liberties of the people in the post-emergency period. മാത്രമല്ല ഇന്ത്യയുടെ ജനങ്ങളുടെ ഫ്രീഡം അല്ലെങ്കിൽ ലിബർട്ടി ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് സ്വാതന്ത്ര്യവും സമത്വവും അങ്ങനെയുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ സംരക്ഷിക്കുന്നതിന് കോടതിക്ക് ഒരു പ്രധാന റോള് കൈവന്നു. മെനി വോളണ്ടറി ഓർഗനൈസേഷൻസ് വെർ ഓൾസോ ഫോംഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ ലിബർട്ടീസ്. മാത്രമല്ല ജനാധിപത്യ സംരക്ഷണത്തിനായിട്ടും ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടും എല്ലാം തന്നെ നിരവധി സംഘടനകൾ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ നിലവിൽ വന്നു. ഇതൊക്കെയായിരുന്നു ലെസൺസ് ഓഫ് എമർജൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പൊളിറ്റിക്സ് ആഫ്റ്റർ എമർജൻസി, അതായത് എമർജൻസിക്ക് ശേഷമുള്ള രാഷ്ട്രീയ മണ്ഡലത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇലക്ഷൻ ഓഫ് 1977 1977 പൊതു തെരഞ്ഞെടുപ്പ്.
അപ്പോൾ ആഫ്റ്റർ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി ഇൻ ജാനുവരി 1977 ഇന്ദിരാഗാന്ധി അനൗൺസ്ഡ് ഇലക്ഷൻസ് ടു ലോക്സഭ. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം 1977 ജനുവരിയിൽ ഇന്ദിരാഗാന്ധി ഇലക്ഷന് ഇന്ത്യയിൽ പൊതു തെരഞ്ഞെടുപ്പ് ആഹ്വാനം ചെയ്യുകയാണ്, അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. ദ ഇലക്ഷൻ വാസ് എ റഫറൻഡം ഓൺ എമർജൻസി. സത്യത്തിൽ അത് എമർജൻസി കഴിഞ്ഞ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇലക്ഷൻ എന്ന് പറയുന്നത് ആ എമർജൻസിക്ക് എതിരെയുള്ള അല്ലെങ്കിൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട ഒരു ജനഹിത പരിശോധന അല്ലെങ്കിൽ ആ റഫറൻഡം തന്നെയായിരുന്നു അതെന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി റിലീസ്ഡ് ഓൾ ദ ലീഡേഴ്സ് ഹു ആർ അറസ്റ്റഡ്. അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന എല്ലാ നേതാക്കന്മാരെയും ഇന്ദിരാഗാന്ധി റിലീസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ജനതാ പാർട്ടി. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കൂടി കോൺഗ്രസിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊള്ളുന്നു. അതിൻ്റെ പേരായിരുന്നു ജനതാ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് സോ മെനി പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ആ പാർട്ടികൾ കോൺഗ്രസ് ഓർഗനൈസേഷൻ, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ അവർ പ്രീവിയസ് ചാപ്റ്റേഴ്സ്. കോൺഗ്രസ് ദെൻ ജനസംഘ്, ഭാരതീയ ലോക്ദൾ, സോഷ്യലിസ്റ്റ് പാർട്ടി, ഇവയെല്ലാം കൂടെ ചേർന്നാണ് ഇങ്ങനെ ഒരു ജനതാ പാർട്ടി എന്നൊരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഇനി ജനതാ പാർട്ടി ആക്സെപ്റ്റഡ് ദ ലീഡർഷിപ്പ് ഓഫ് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വം ജനതാ പാർട്ടി അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. ഓപ്പോസിഷൻ ഫേസ് ദ ഇലക്ഷൻ വിത്ത് ദ സ്ലോഗൻ സേവ് ഡെമോക്രസി. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇലക്ഷനെ നേരിടുന്നത് സേവ് ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രസിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ആഹ്വാനവുമായിട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യവുമായിട്ട് ആയിരുന്നു. ജനതാ പാർട്ടി മെയ്ഡ് എമർജൻസി ആസ് എ മെയിൻ ഇഷ്യൂ ഇൻ ദ ഇലക്ഷൻ. സ്വാഭാവികമായിട്ടും ജനതാ പാർട്ടി ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ തന്നെയായിരുന്നു. എന്തായിരുന്നാലും കോൺഗ്രസ് വാസ് ഡിഫീറ്റഡ് മിസറബിളി ഇൻ ദ ഇലക്ഷൻ. വളരെ നല്ല ഒരു ചീത്തപ്പേരുണ്ടായിരുന്നതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇറ്റ് വാസ് ഡിഫീറ്റഡ് മിസറബിളി ഇൻ ദ ഇലക്ഷൻ. വളരെ ദയനീയമായ രീതിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇലക്ഷനിൽ പരാജയപ്പെടുന്നു. ജനതാ പാർട്ടി ആൻഡ് ഇറ്റ്സ് അലൈസ് വൺ 330 സീറ്റ്സ്, 330 സീറ്റുകൾ നേടി അവർ പ്രധാനപ്പെട്ട ഒരു മുന്നണിയായിട്ട് മാറുന്നു ജനതാ പാർട്ടി എന്ന് പറയുന്നത്. കോൺഗ്രസ് കുഡ് വിൻ ഓൺലി 154 സീറ്റ്സ്. 154 സീറ്റുകൾ കൊണ്ട് മാത്രം കോൺഗ്രസിന് തൃപ്തി അടയേണ്ടതായിട്ട് വരുന്നു. എങ്കിലും കോൺഗ്രസിന് 154 സീറ്റ് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ കാര്യമെന്ന് പറയുന്നത്. ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി വാസ് ഡിഫീറ്റഡ് ഫ്രം റായ്ബറേലി ആൻഡ് സഞ്ജയ് ഗാന്ധി ഫ്രം അമേധി. ഇതിൻ്റെ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും കൂടുതൽ കാരണക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ പുത്രനായിട്ടുള്ള സഞ്ജയ് ഗാന്ധിയും ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിൽ നിന്ന് ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്നു. സഞ്ജയ് ഗാന്ധിയുടെ മണ്ഡലമായ അമേധിയിൽ നിന്ന് അദ്ദേഹവും പരാജയപ്പെടുന്നു. ഇനി എമർജൻസി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, അതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കോൺഗ്രസ് വാസ് ഏബിൾ ടു വൺ സീറ്റ്സ് മെയിൻലി ഇൻ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ്. അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 154 സീറ്റ് എന്നിട്ടും ലഭിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രത്യേകത, മോസ്റ്റ് ഓഫ് ദി സീറ്റ്സ് ദാറ്റ് കോൺഗ്രസ് ഹാഡ് വൺ ഇൻ ദ ഇലക്ഷൻ വാസ് ഫ്രം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. മിക്കവാറുമുള്ള സീറ്റുകളെല്ലാം തന്നെ കോൺഗ്രസിന് ലഭിച്ചത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നായിരുന്നു. അതിൻ്റെ കാരണമാണ് നമ്മളിനി അന്വേഷിക്കാൻ പോകുന്നത്. ഇമ്പാക്റ്റ് ഓഫ് എമർജൻസി വാസ് നോട്ട് സിമിലർ ഇൻ ഓൾ സ്റ്റേറ്റ്സ്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അടിയന്തരാവസ്ഥയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ ആയിരുന്നില്ല. ഇമ്പാക്റ്റ് ഓഫ് എമർജൻസി വാസ് നോട്ട് സിമിലർ in all states. Atrocities mainly concentrated in the northern states. പ്രധാനമായിട്ടും എമർജൻസിയുമായിട്ട് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ക്രൂരതകൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ എല്ലാം കൂടുതൽ സംഭവിച്ചത്, ദുരിതങ്ങൾ എല്ലാം കൂടുതൽ അനുഭവിച്ചത് നോർത്തേൺ സ്റ്റേറ്റ്സിലുള്ളവരായിരുന്നു, ഇല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവരായിരുന്നു. സോ ദേ ഡിഡ്ന്റ് വോട്ട് ഫോർ കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് തന്നെ അവരായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്നില്ല. Middle class people who stood away with the Congress began to move away from it. Middle class people who stood always with the Congress began to move away from it. അതായത് കോൺഗ്രസിനോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന മധ്യവർഗ വിഭാഗം
കോൺഗ്രസിൽ നിന്നും അകലുന്നു. അത് മറ്റൊരു കാരണമായിരുന്നു. ദി 20-point പ്രോഗ്രാംസ് വെയർ മോർ ഇഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി സദേൺ സ്റ്റേറ്റ്സ്. മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വെൽഫെയർ സ്കീം ദി 20-point പ്രോഗ്രാം, 20 പരിപാടി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതി ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായ രീതിയിൽ നടപ്പിലാക്കപ്പെടുന്നത് സദേൺ സ്റ്റേറ്റുകളിലാണ്, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ദി ലോസ് ഓഫ് മിഡിൽ ക്ലാസ് സപ്പോർട്ട് ബിഗെയിം എ സിവിയർ സെറ്റ് ബാക്ക് ടു കോൺഗ്രസ്. മിഡിൽ ക്ലാസിൻ്റെ സപ്പോർട്ട് കോൺഗ്രസിന് ലഭിക്കാതിരുന്നത് ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ട് കോൺഗ്രസിന് മാറുന്നു. സം തിങ്കേഴ്സ് ഒപ്പീൻ ദാറ്റ് ദ പീപ്പിൾ ഓഫ് സദേൺ സ്റ്റേറ്റ്സ് വെർ നോട്ട് അവെയർ ഓഫ് ദി എക്സസസ് ഓഫ് എമർജൻസി. ചില രാഷ്ട്രീയ നിരീക്ഷകന്മാർ കണക്കാക്കുന്നത് ഈ സദേൺ സ്റ്റേറ്റിലുള്ളവർക്ക് ഈ എമർജൻസിയുടെ യഥാർത്ഥ ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു സംഹാരതാണ്ഡവം അവർക്ക് അതിനെപ്പറ്റി അവർ ബോധവാന്മാരായിരുന്നില്ല എന്നുള്ളതായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടമല്ല, 1975 കാലഘട്ടം എന്ന് പറയുന്നത്, അന്ന് ദർ ഇസ് നോ അതർ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ, TV, ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള യാതൊരു സംവിധാനങ്ങളും അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു. ദർ വർ ഓൺലി ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഓൾസോ ഫേസ്ഡ് സെൻസർഷിപ്പ്. അന്ന് ആകെയുള്ളത് ന്യൂസ് പേപ്പറുകളായിരുന്നു. ന്യൂസ് പേപ്പറുകളിലെ ന്യൂസുകളെല്ലാം തന്നെ സെൻസർ ചെയ്യപ്പെട്ടവയും ആയിരുന്നു. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലുള്ളവർക്ക് ഈ എമർജൻസിയുടെ ഭീകരതയെപ്പറ്റി വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു. ആഫ്റ്റർ ദി ഇലക്ഷൻസ് ഇൻ 1977 ജനതാ പാർട്ടി ഫോംഡ് ഗവൺമെൻറ്. ഇനി ജനതാ ഗവൺമെൻറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക്. 1977 ഇലക്ഷന് ശേഷം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അമ്പേ പരാജയമടയുന്നു. അങ്ങനെ ഒരു പുതിയ ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്നു. അതാണ് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഗവൺമെൻറ് പ്രത്യേകത എന്ന് പറയുന്നത് there were many leaders or 3 prominent leaders who fought for the seat of prime minister. പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ജനതാ പാർട്ടിയിലെ 3 പ്രമുഖ നേതാക്കന്മാർ ഫൈറ്റ് ചെയ്യുന്നു. മൊറാർജി ദേശായി, ചരൺ സിംഗ് ആൻഡ് ജഗജീവൻ റാം. അങ്ങനെയുള്ള 3 നേതാക്കന്മാർ പ്രധാനമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് തർക്കിക്കുകയാണ്. എന്തായാലും ലേറ്റർ മൊറാർജി ദേശായി ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അങ്ങനെ ഈ തർക്കത്തിനൊടുവിൽ ജയപ്രകാശ് നാരായൺ ഉൾപ്പെടെയുള്ളവർ ഇടപെടുന്നു. എന്നിട്ട് മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കപ്പെടുന്നു. ബട്ട് ദ പവർ സ്ട്രഗിൾ ആൻഡ് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഇൻ ദ പാർട്ടി കണ്ടിന്യൂഡ്. ഇങ്ങനെ മൊറാർജി ദേശായിയൊക്കെ പ്രധാനമന്ത്രിയായി എങ്കിലും പവർ സ്ട്രഗിൾ ആൻഡ് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ്, ഈ ജനതാ പാർട്ടിക്കുള്ളിലുള്ള അധികാര വടംവലിയും ആഭ്യന്തര സംഘർഷങ്ങളും പാർട്ടിക്കുള്ളിലുള്ള സംഘർഷങ്ങളും എല്ലാം തന്നെ നിർബാധം തുടർന്നുകൊണ്ടിരുന്നു. ആസ് എ റിസൾട്ട് ദ ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെൻറ് ഫെൽ ടു പീസസ്. അങ്ങനെ ആദ്യത്തെ നോൺ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഈ ജനതാ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇറ്റ് ഫെൽ ഇൻ ടു മെനി പീസസ്. അത് വിഘടിച്ച് പല കഷ്ണങ്ങളായിട്ട് ചിതറി പോവുകയാണ്. ഇനി ജനതാ ഗവൺമെൻറ് വാസ് ആൻ അലയൻസ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പാർട്ടീസ് വിച്ച് ഹാഡ് നോ ഐഡിയോളജിക്കൽ യൂണിറ്റി. ജനതാ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അലയൻസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പാർട്ടീസ് വിച്ച് ഹാഡ് നോ ഐഡിയോളജിക്കൽ യൂണിറ്റി. അതായത് പ്രത്യയശാസ്ത്രപരമായിട്ട് യാതൊരു യോജിപ്പുമില്ലാത്ത ഒരു കൂട്ടം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു ഈ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. ദ പാർട്ടി ലാക്ഡ് എ കോമൺ പ്രോഗ്രാം. ഈ പാർട്ടിക്ക് സ്വന്തമായ ഒരു പൊതു പരിപാടി ഇല്ലായിരുന്നു. സോ ദ പാർട്ടി വാസ് ഓൾവേസ് ഹോണ്ടഡ് ബൈ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്. അതുകൊണ്ട് തന്നെ there were internal conflict inside the party. പാർട്ടിക്കുള്ളിൽ എപ്പോഴും ആഭ്യന്തര കലാപങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നിലവിലിരുന്നു. ഇറ്റ് ഷാറ്റേഡ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി പീപ്പിൾ ദാറ്റ് ദ ന്യൂ ഗവൺമെൻറ് വുഡ് ബ്രിങ് റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പം അങ്ങനെ ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിന് സ്ഥാനം കൊടുത്തതെങ്കിലും ഇറ്റ് ഷാറ്റേഡ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ദി പീപ്പിൾ that the new government would bring revolutionary changes in administration. ഭരണത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരുത്താനായിട്ട് ഈ ഗവൺമെൻറ്റിന് കഴിയും എന്നുള്ള ജനങ്ങളുടെ പ്രതീക്ഷ ആസ്ഥാനത്തായി മാറുന്നു. മറ്റൊന്നായിരുന്നു കറപ്ഷൻ എന്ന് പറയുന്നത്. ആ കറപ്ഷൻ എന്ന് പറയുന്നതും ഇറ്റ് അഫക്റ്റഡ് ദ കറപ്ഷൻ ബാഡ്ലി അഫക്റ്റഡ് ദ അവർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദി ജനതാ ഗവൺമെൻറ്. ജനതാ ഗവൺമെൻറ്റിൻ്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയ ഒന്നായിരുന്നു അഴിമതി എന്ന് പറയുന്നത്. ഫോളോയിങ് എ സ്പ്ലിറ്റ് ഇൻ ദ പാർട്ടി മൊറാർജി ദേശായി ലോസ്റ്റ് മെജോറിറ്റി ആൻഡ് ഹി റിസൈൻഡ് ഓൺ 15 ജൂലൈ 1979. 1977 തുടങ്ങിയ ഗവൺമെൻറ് 1979 ആയപ്പോഴത്തേക്കും ആദ്യത്തെ പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ മൊറാർജി ദേശായി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് ഈ കോൺഫ്ലിക്റ്റ് എത്തിക്കുന്നു. മൊറാർജി ദേശായി റിസൈൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട പത്ര കട്ടിങ്ങാണ് നമ്മൾ കാണുന്നത്. ആഫ്റ്റർ ദാറ്റ്
or after the resignation of Morarji Desai, Charan Singh, the leader of a faction of Janata Party, formed a new government with the support of Congress. അപ്പോൾ ജനതാ പാർട്ടിയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു ചൗധരി ചരൺ സിംഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഹി ഫോംഡ് ദ ഗവൺമെൻറ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് കോൺഗ്രസ്. കോൺഗ്രസിനെ എതിർത്തുകൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ജനതാ പാർട്ടിയെങ്കിലും അതിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു ഘടകം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി വീണ്ടും അധികാരത്തിൽ വരുന്നു. ഹെൻസ് ആൻഡ് ചൗധരി ചരൺ സിംഗ് ബിക്കേം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ബട്ട് ഓൺ ഓഗസ്റ്റ് 20 കോൺഗ്രസ് വിത്ഡ്രോ സപ്പോർട്ട് ആൻഡ് ചരൺ സിംഗ് മിനിസ്ട്രി വാസ് കൊളാപ്സ്ഡ്. എന്നാൽ കോൺഗ്രസ് ചരൺ സിംഗ് മിനിസ്ട്രിക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചരൺ സിംഗ് മന്ത്രിസഭ നിലംപതിക്കുകയും ചെയ്യുന്നു. As a result of this, the president dissolved the 6th Lok Sabha and declared general election. അങ്ങനെ പ്രസിഡന്റ് ആറാമത്തെ നിയമസഭ ലോക്സഭ പിരിച്ചുവിടുകയും പുതിയ ഇലക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു. ഇനി ചരൺ സിംഗിൻ്റെ പ്രത്യേകത, ചരൺ സിംഗ് റിസൈൻഡ് വിതൗട്ട് ഫേസിംഗ് ദ പാർലമെൻറ്റ്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ ഹൂ ഡിഡ് നോട്ട് ഫേസ് ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഏക പ്രധാനമന്ത്രിയാണ് ഈ ചൗധരി ചരൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തി. ഇനി അടുത്ത ഇലക്ഷനിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഇൻ ദ ഇലക്ഷൻ ഹെൽഡ് ഇൻ 1980, കോൺഗ്രസ് കെയിം ഔട്ട് വിക്ടോറിയസ് ബൈ വിന്നിംഗ് 353 സീറ്റ്സ്. എന്തായാലും 1977 അമ്പേ പരാജയം അടഞ്ഞ കോൺഗ്രസ് തൊട്ടടുത്ത ഇലക്ഷൻ 1980 ഇലക്ഷനിൽ 353 സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരുന്നു. ജനതാ പാർട്ടി ഫേസ്ഡ് എ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ്. ജനതാ പാർട്ടിക്ക് വളരെ നാണം കെട്ട ഒരു തോൽവിയെ നേരിടേണ്ടി വരുന്നു. അങ്ങനെ ദ പീപ്പിൾ പണിഷ്ഡ് ദ അൺസ്റ്റേബിൾ ആൻഡ് കോറൽസം ഗവൺമെൻറ്. അങ്ങനെ സ്ഥിരതയില്ലാത്തതും എപ്പോഴും സംഘർഷങ്ങളുള്ളതുമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ നമ്മുടെ ജനങ്ങൾ തള്ളിക്കളയുകയാണ്. എന്നിട്ട് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേറ്റുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസ് വാസ് ഓൺലി ഡോമിനൻറ്റ് പാർട്ടി അണ്ടിൽ 1977. നമുക്കെല്ലാവർക്കും അറിയാം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 1977 വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭൂമണ്ഡലത്തിൽ വളരെ മേധാവിത്വം സ്ഥാപിച്ചിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് പറയുന്നത്. ബട്ട് വിത്ത് ദ ഇലക്ഷൻ ഇൻ 1977 വൺ പാർട്ടി ഡോമിനൻസ് കെയിം ടു ആൻ എൻഡ്. എന്നാൽ 1977 പൊതു തെരഞ്ഞെടുപ്പോടുകൂടി വൺ പാർട്ടി ഡോമിനൻസ് കെയിം ടു ആൻ എൻഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വത്തിനുള്ള ആ ഒരു കാലഘട്ടം ഇന്ത്യയിൽ അവസാനിക്കുന്നു. Thus the election of 1977 was the first step towards bi-party system. അങ്ങനെ 1977 പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബൈ പാർട്ടി സിസ്റ്റത്തിൻ്റെ ഉദയത്തിന് കാരണമാകുന്നു. ഇല്ലെങ്കിൽ ഇരുകക്ഷി ഇല്ലെങ്കിൽ ദ്വികക്ഷി മേധാവിത്വ കാലഘട്ടത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നു. In the beginning, Congress was an umbrella party accommodating leaders and workers of different ideologies and viewpoints. നമുക്കറിയാം കോൺഗ്രസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് അക്കോമഡേറ്റഡ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ആൻഡ് ഓർ ഈച്ച് ആൻഡ് എവറി ഐഡിയോളജി അണ്ടർ ഇറ്റ്സ് അംബ്രല്ല. അപ്പോൾ ഒരു അംബ്രല്ല ലൈക്ക് പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരെയും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു കുടക്കീഴിൽ കൊണ്ടുപോകുന്നതിന് ആദ്യ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിരുന്നു. ബട്ട് ലേറ്റർ ദ പാർട്ടി ചേഞ്ചസ് സ്റ്റാൻഡ് ആൻഡ് ട്രൈ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ ഐഡൻറ്റിറ്റി. എന്നാൽ പിന്നീട് വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ ഈ ഒരു നിലപാടിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അത് ആയിരുന്നു കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകതയെന്ന്. പിന്നീട് വന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയത്ത് ഓപ്പോസിഷൻ പാർട്ടീസിൻ്റെ സ്ഥിതി നമുക്കൊന്ന് നോക്കാം. നോൺ കോൺഗ്രസിസം ബിക്കേം ദ ചീഫ് സ്ലോഗൻ ഓഫ് ദി ഓപ്പോസിഷൻ പാർട്ടീസ്. ഈ സമയത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ സ്ലോഗൻ അല്ലെങ്കിൽ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒരുമിച്ച് കോൺഗ്രസിനെ നേരിടുക അല്ലെങ്കിൽ നോൺ കോൺഗ്രസിസം അല്ലെങ്കിൽ കോൺഗ്രസ് ഇതരത്വം എന്നുള്ളത് ആയിരുന്നു. ഡോക്ടർ ലാൽ മനോഹർ ലോഹിയാണ് അങ്ങനെ ഒരു ടേം മുമ്പോട്ട് വെച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. They try to avoid division of non-Congress votes in the elections. അപ്പോൾ ഈ ഓപ്പോസിഷൻ പാർട്ടീസ് ചെയ്തത് they try to avoid division of non-Congress votes in the elections. നോൺ-കോൺഗ്രസ് വോട്ടുകൾ അതായത് കോൺഗ്രസ് ഇതര വോട്ടുകൾ ഭിന്നിപ്പോകുന്നതിൽ നിന്നും ആ ഒരു അവസ്ഥയ്ക്ക് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒരു അറുതി വരുത്തി. അതായത് പ്രതിപക്ഷ പാർട്ടികൾ യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ദ കോൺഗ്രസിനെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇലക്ഷനുകളിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. ദ ഇഷ്യൂ ഓഫ് ദി വെൽഫെയർ ഓഫ് ദി ബാക്ക്വേർഡ് ക്ലാസസ് ബിഗാൻ ടു ഡോമിനേറ്റ് ഇന്ത്യൻ പോളിറ്റിക്സ്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ഇല്ലെങ്കിൽ ആ ഒരു ആശയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു.
The reservation issue of the backward classes became a controversial subject in many states. മാത്രമല്ല സംവരണ വിഷയം എന്ന് പറയുന്നത് മിക്കവാറുമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഒരു ചർച്ചാ വിഷയമാകുന്നു, ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് മാറുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദ പീരീഡ് ഓഫ് എമർജൻസി ഈസ് കൺസിഡേർഡ് ആസ് എ പീരീഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ്. ഈ എമർജൻസി പീരീഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റിക്സിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഡെമോക്രസിയുടെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ഡാർക്കസ്റ്റ് പീരീഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ഓർ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ പീരീഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ്, അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട ഏറ്റവും ഇരുണ്ട യുഗം എന്നാണ് ആ ഒരു കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കറുത്ത ഏട് എന്നാണ് ഈ പറയുന്ന എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്ന് പറയുന്നത് അറിയപ്പെട്ടത്. The conflict between judiciary and the parliament regarding their jurisdiction started during this period. മാത്രമല്ല there took place constant conflict between the judiciary and the governments. ഗവൺമെൻറ്റും ജുഡീഷ്യറിയും തമ്മിൽ, അല്ലെങ്കിൽ ഭരണകൂടവും പിന്നീട് നീതിന്യായ വിഭാഗവും തമ്മിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയും തമ്മിൽ നിരന്തരം കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് എമർജൻസി ദ ഗവൺമെൻറ് മിസ്യൂസ്ഡ് ദെയർ പവർ. മാത്രമല്ല ഗവൺമെൻറ് അവരുടെ അധികാരം ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു എമർജൻസി പീരീഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.